In this video, we are going to discuss about capital structure theories in detail. In last class, we have already discussed what is capital structure. So, capital structure refers to the proportion of different kinds of securities raised by a company as long-term finance. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ മോഡേണൈസേഷൻ പർപ്പസിന് വേണ്ടിയോ ഒക്കെ ഫണ്ട് ആവശ്യമായി വരുമ്പോൾ അതെങ്ങനെ റേസ് ചെയ്യാം എന്ന് ഡിസൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ലോങ് ടേം ഫണ്ട്സ് ക്യാൻ ബി റേസ്ഡ് ഈദർ ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ബൈ ഡിബെഞ്ചേഴ്സ് ഓർ ബൈ ലോങ് ടേം ലോൺസ് ആൻഡ് ബോറോയിങ്സ്. അപ്പോൾ ഇതാണ് നമുക്കൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാൻ നേരം ലോങ് ടേം ഫിനാൻസ് ആവശ്യങ്ങൾക്കായി ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാൻ നേരം അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഐറ്റംസാണ്. വൺ ഇസ് വി ക്യാൻ റേസ് ദ റിക്വയർഡ് എമൗണ്ട് ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ് ഓർ ബൈ ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ് ഓർ ബൈ ബോറോയിങ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നു അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ക്യാപിറ്റൽ സ്ട്രക്ചർ പോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് ഓൾ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ വി വിൽ കൺസിഡർ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ഓക്കെ, സോ now let's see about capital structure theories. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാൻ നേരം ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാൻ നേരം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറേ ഫാക്ടേഴ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ, സൈസ് ഓഫ് ദി ഫേം ഷുഡ് ബി കൺസിഡേർഡ്, ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഷുഡ് ബി കൺസിഡേർഡ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വേരിയസ് എക്സ്പേർട്സ് ഡെവലപ്പ് ചെയ്ത കുറേ തിയറീസും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്കൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ it's a structure അല്ലെങ്കിൽ it's a pattern which helps in maximizing the value of the firm and minimizing the overall cost of capital. അത് വേണം നിങ്ങളുടെ മനസ്സിലോട്ട് വരാൻ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനും സാധിക്കണം, അതേസമയം നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ certain factors which we have already discussed. Then we should know about all the theories developed by different experts. അപ്പോൾ അതും കൂടാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കുറേ തിയറീസ് ഉണ്ട്, പല എക്സ്പേർട്സ് സ്റ്റഡീസിലൂടെയൊക്കെ മനസ്സിലാക്കിയ കുറേ തിയറീസ്, അതും കൂടെ ഒരു ഫിനാൻസ് മാനേജറിൻ്റെ മനസ്സിലുണ്ടാവണം ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ നേരം. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. Capital structure theories refers to a systematic approach to finance business activities through equities or liabilities. അതായത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇക്വിറ്റീസും പിന്നീട് ബോറോഡ് ഫണ്ട്സുമാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ എത്രമാത്രം ഇക്വിറ്റി ഉൾപ്പെടുത്തണം, എത്രമാത്രം ബോറോഡ് ഫണ്ട് ഉൾപ്പെടുത്തണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ സെവറൽ തിയറീസ് വിച്ച് ആർ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ഡിസൈൻ ചെയ്യാൻ നേരം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കൺസിഡർ ചെയ്യണം, പിന്നീട് വാല്യൂ ഓഫ് ദി ഫേമും മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം, പിന്നീട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറും ആയിരിക്കണം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മുൻനിർത്തി കുറേ എക്സ്പേർട്സ് പല ടൈപ്പ് ഓഫ് തിയറീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള തിയറീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ഇസ് നെറ്റ് ഇൻകം തിയറി. ഒരു തിയറി എന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറി, അതിനെ NI അപ്രോച്ച് എന്നും അല്ലെങ്കിൽ NI തിയറി എന്നൊക്കെ പറയാം. നെക്സ്റ്റ് വൺ ഇസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ഇറ്റ്സ് നോൺ ആസ് NOI തിയറി ഓർ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് NOI അപ്രോച്ച്. Another theory is Modigliani and Miller theory, and the last one is traditional theory. അപ്പോൾ ഈ തിയറികളെ കുറിച്ച് നിങ്ങൾക്കൊരു നോളജ് ഉണ്ടാകുമ്പം യു വിൽ ബി ഏബിൾ ടു ഡിസൈൻ ഓൺ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി ഓരോ തിയറീസും നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് നെറ്റ് ഇൻകം തിയറി ഓർ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് നെറ്റ് ഇൻകം അപ്രോച്ച് ഓർ NI അപ്രോച്ച്. എൻ്റെ ഷോർട്ട് ഫോമാണ് NI. എന്താണ് നെറ്റ് ഇൻകം തിയറി? ഇത് യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡ്യൂറാൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടാണ് net income theory develop ചെയ്തിട്ടുള്ളത്. Okay, and this theory proposes that there is a direct relationship between capital structure and value of the firm. അതായത്
നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും വാല്യൂ ഓഫ് ദി ഫേമും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയുണ്ട്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അത് നമ്മുടെ എന്തിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, വാല്യൂ ഓഫ് ദി ഫേം. നല്ല രീതിയിലുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ് നമ്മളെ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ വി വിൽ ബി ഏബിൾ ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി ഫേം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും വാല്യൂ ഓഫ് ദി ഫേമും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ഒരു നല്ല രീതിയിൽ, അതായത് ഒത്തിരിയും കോസ്റ്റൊക്കെ ഇൻകർ ചെയ്യുന്നൊരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യുകയില്ല. വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. അതായത് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ്, ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് വെച്ചാണ് നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് എ ഫേം ക്യാൻ മാക്സിമൈസ് ഇറ്റ്സ് വാല്യൂ ആൻഡ് മിനിമൈസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ എംപ്ലോയിങ് മോർ ഡെറ്റ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ ഡേവിഡ് ഡ്യൂറാൻഡ് പറയുന്നത് നമുക്ക് നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിലോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് കണ്ടൻറ്റ് കൂട്ടാൻ ശ്രമിക്കുക. അതായത് ബോറോഡ് ഫണ്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേമിനെ കൂട്ടാനും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും സാധിക്കുള്ളൂ എന്നാണ് ഡേവിഡ് ഡ്യൂറാൻഡ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കുറേ അസംപ്ഷൻ്റെ ബേസിലാണ് ഇങ്ങനെ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല, കുറേ കണ്ടീഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് വി വിൽ ബി ഏബിൾ ടു മിനിമൈസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇഫ് വി ഇൻക്രീസ് ദി ഡെറ്റ് കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ കുറേ അസംപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് കണ്ടീഷനിൽ ഇങ്ങനെ ആവുള്ളൂ? കണ്ടീഷൻ, അദ്ദേഹം പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സ്. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഡെറ്റ് കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ട് നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാൻ പാടില്ല? ദർ ഷുഡ് ബി നോ കോർപ്പറേറ്റ് ടാക്സസ് ഉണ്ടാവാനേ പാടില്ല. പിന്നീട് വേറൊരു അസംപ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. എപ്പോഴും കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്തിനെക്കാട്ടി കുറഞ്ഞിരിക്കണം? കാരണം ഡെറ്റ് കണ്ടൻറ്റ് കൂട്ടാനല്ലേ അദ്ദേഹം പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്തിനെക്കാട്ടി കുറഞ്ഞിരിക്കണം? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെക്കാട്ടി കുറഞ്ഞിരിക്കണം. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കണം ഡിവിഡൻഡ് റേറ്റിനെക്കാട്ടി കുറഞ്ഞു നിൽക്കുന്നത്. എങ്കിലേ നമുക്ക് എന്ത് സാധ്യമാവുള്ളൂ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. പിന്നീട് ദ റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇസ് നോട്ട് ചേഞ്ച്ഡ് ബൈ ദി ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഡെറ്റ്. അതായത് കമ്പനി ഇങ്ങനെ ഡെറ്റ് കൂട്ടാനാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെറ്റ് കൂട്ടുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷൻ കൂടാൻ പാടില്ല. ഈ കമ്പനി ഹൈലി റിസ്ക്കിയാണ്, കാരണം ഇവർ ഡെറ്റ് കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനൊരു മാനസികാവസ്ഥ ആർക്കിലുണ്ടാവാൻ പാടില്ല. അങ്ങനൊരു ചിന്താഗതി ഇൻവെസ്റ്റേഴ്സിലുണ്ടാവാനും പാടില്ല. ഇങ്ങനൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഡ്യൂറാൻഡ് പറയുന്നത് പോലെ എന്ത് സംഭവിക്കും? ദേ വിൽ ബി ഏബിൾ ടു maximize the value of the firm and minimize the overall cost of capital by increasing the debt content. അതായത് അദ്ദേഹം പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് കൂട്ടണമെന്നാണ്? ഡെറ്റ് കണ്ടൻറ്റ് ആയിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടതെന്ന്. ബാക്കി എമൗണ്ട് മാത്രമേ നമ്മൾ ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേം കൂട്ടാനും സാധിക്കും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും സാധിക്കും എന്നാണ് ഡ്യൂറാൻഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറാൻഡ് പറയുന്ന പോലെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കുറേ അസംപ്ഷൻസ് ഉണ്ട്. ആ അസംപ്ഷൻസ് എല്ലാം അങ്ങനെ കുറേ കണ്ടീഷൻസ്, ആ കണ്ടീഷനിൽ മാത്രമേ അദ്ദേഹം പറയുന്നത് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഈ 3 അസംപ്ഷൻ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഡ്യൂറാൻഡിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. അപ്പോൾ ഡ്യൂറാൻഡ് പറയുന്നത് എന്ത് ചെയ്യാനാണ്? ഡെറ്റ് കൂട്ടിക്കൊള്ളാനാണ് പറയുന്നത്. So the argument proposed by David Durant in favor of net income approach is that if the proportion of debt financing in capital structure is increased, the proportion of cheaper source of finance is increased. അതായത് ഡെറ്റ് കണ്ടൻറ്റ് കൂട്ടുന്നതനുസരിച്ച് നമ്മൾ ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴെല്ലാം പറയുന്ന കാര്യമാണ് ബോറോഡ് ഫണ്ടാണ് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ഈ ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം കൂടും എന്നാണ് ഡേവിഡ് ഡ്യൂറാൻഡ് പറയുന്നത്. കാരണം കോസ്റ്റ് കുറയുമ്പോൾ നമ്മുടെ വാല്യൂ കൂടുമല്ലോ. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ ദ ഡിക്രീസ് ഇൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദി ഫേം. കോസ്റ്റ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഡ്യൂറാൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി റീസൺ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കാരണം കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് എപ്പോഴും
കുറഞ്ഞു നിൽക്കുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എപ്പോഴും കൂടുതലാണ്, കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഒരിക്കലും സ്റ്റേബിൾ അല്ല. അതായത് കമ്പനി പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻട്രസ്റ്റിനെക്കാട്ടിലൊരു ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സ് എന്ത് പർച്ചേസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുള്ളൂ, ഇക്വിറ്റി ഷെയർ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഇക്വിറ്റി ഷെയർ ആണ് ഒരു എക്സ്പെൻസീവ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസിനാണ് നമ്മൾ കോസ്റ്റ് കൂടുതലായിട്ട് ഇൻകർ ചെയ്യേണ്ടി വരുന്നത് ആസ് കമ്പയർഡ് ടു ബോറോഡ് ഫണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ടാണ് ഡ്യൂറാൻഡ് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എപ്പോഴും എന്ത് കൂടി നിൽക്കണം, ഡെറ്റ് കണ്ടൻറ്റ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് മിനിമൈസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് ഡെറ്റ് ഇസ് എ ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ്. അതാണ് റീസൺ. So according to net income theory, the market value of the firm is calculated using certain formulas. അപ്പോൾ അതായത് ഈ അപ്രോച്ച് പ്രകാരം നമ്മൾ വാല്യൂ ഓഫ് ദി ഫേം കണ്ടുപിടുത്തണം. കാരണം വാല്യൂ ഓഫ് ദി ഫേം കൂടും എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ആ വാല്യൂ ഓഫ് ദി ഫേം കൂടും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും എന്നൊക്കെയാണ് ആര് പറയുന്നത്, ഡ്യൂറാൻഡ് പറയുന്നത്. ഏത് സാഹചര്യത്തിൽ, ഡെറ്റ് കണ്ടൻറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നെറ്റ് ഇൻകം തിയറി പ്രകാരം നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദി ഫേം കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിനൊരു ഫോർമുലയുണ്ട്. വാല്യൂ ഓഫ് ദി ഫേം is equal to S plus T. നെറ്റ് ഇൻകം തിയറി പ്രകാരം എങ്ങനെയാണ് വാല്യൂ ഓഫ് ദി ഫേമിനെ കണ്ടെത്തേണ്ടത്? വാല്യൂ ഓഫ് ദി ഫേം ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി. വി ഇസ് ദി വാല്യൂ ഓഫ് ദി ഫേം, എസ് ഈക്വൽസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. എസ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ടി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. അപ്പോൾ ഇത് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, ഈ വേരിയബിൾസും അതിൻ്റെ എക്സ്പ്ലനേഷനും തമ്മിൽ. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. സോ as per net income theory, we need to find the value of the firm. And how to find the value of the firm? Value of the firm equals S plus T. S എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ടി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ചിലപ്പം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ യു നീഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. അതായത് എസ് ചിലപ്പം തരണം എന്നില്ല. എസ് എന്ന് പറയുന്നത് എന്താ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്. സോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാൻ ബി കമ്പ്യൂട്ടഡ് യൂസിങ് എ ഫോർമുല, ആൻഡ് ദ ഫോർമുല ഇസ് എസ് ഈക്വൽസ്, എസ് മീൻസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈക്വൽസ് എബിറ്റ് മൈനസ് ഐ. 1 അല്ല കേട്ടോ ഇത്, എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ കെ ഇ. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എബിറ്റ് മൈനസ് ഐ അല്ലെന്നുണ്ടെങ്കിൽ ഇ ബി ടി ഡിവൈഡ് ബൈ കെ ഇ, സോറി, ഇ ബി ടി ഡിവൈഡ് ബൈ കെ ഇ. ഇ ബി ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇ ബി ടി കിട്ടുന്നത് ഇതുപോലാണ്. എബിറ്റ് മൈനസ് ഐ ആണ് എന്ത്, ഇ ബി ടി. എബിറ്റ് എന്ന് പറയുന്ന ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ ചാർജ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഏർണിങ്സ് എത്ര ആണ്, അതിൽ നിന്ന് എന്തിനെ അങ്ങ് മൈനസ് ചെയ്ത് മാറ്റും, ഇൻട്രസ്റ്റിനെ അങ്ങ് മൈനസ് ചെയ്യും. ഇൻട്രസ്റ്റിനെ അങ്ങ് മൈനസ് ചെയ്യുമ്പം കിട്ടുന്നതാണ് എന്ത്, ഏർണിംഗ് ബിഫോർ ടാക്സ്. അതായത് ഇൻട്രസ്റ്റ് ഓൾറെഡി നിങ്ങളൊരു എക്സ്പെൻസ് ആയിട്ട് കണ്ട് മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ എബിറ്റ് എന്ന് പറയും. ഇൻട്രസ്റ്റും ടാക്സ് മൈനസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, എബിറ്റ് എന്ന് പറയും. അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടിൻ്റെയും ആൻസർ സെയിം ആയിരിക്കും. എബിറ്റ് മൈനസ് ഐ എന്ന് പറയുന്നതാണ് എന്ത്, ഇ ബി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഒന്നും കൂടി, ഈ ഫോർമുലേനെ ഒന്നുകൂടി സിംപ്ലിഫൈ തന്നേ ഉള്ളൂ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അതായത് ആ ഫോർമുലയിലെ എബിറ്റ് എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഡെറ്റ് ക്യാപിറ്റൽ. ഡെറ്റിനല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാറുള്ളത്, അതാണ് ഐ. കെ ഇ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അല്ലെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. സോ കെ ഇ മീൻസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ചിലപ്പോൾ 10% എന്നോ അല്ലെങ്കിൽ 20% എന്നൊക്കെ തരും. അതിനെയാണ് കെ ഇ എന്ന് പറയുന്നത്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ചാപ്റ്ററിൽ ഇത് കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചില്ലയോ? അപ്പോൾ ആ ഫിഗറാണിത്, കെ ഇ. ഇനി അടുത്തത് ഇ ബി ടി. ഇ ബി ടി എന്ന് പറയുന്നത് എന്താണ്, എബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റിനെ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇ ബി ടി കിട്ടും. ഇ ബി ടി മീൻസ് ഏർണിംഗ് ബിഫോർ ടാക്സ്. അപ്പോൾ ഇതാണ് നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം നമ്മൾ വാല്യൂ ഓഫ് ദി ഫേം കണ്ടെത്തേണ്ടത്. വാല്യൂ ഓഫ് ദി ഫേം കണ്ടെത്താനുള്ള സിമ്പിൾ ഫോർമുല എന്താ, വാല്യൂ ഓഫ് ദി ഫേം ഈക്വൽസ് എസ് പ്ലസ് ടി. എസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ടി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നിട്ടില്ലെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അത് കണ്ടെത്താനുള്ള ഫോർമുലയാണ് എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ കെ ഇ. അല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എന്തെന്ന് പറയാം, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല ഇ ബി ടി ഡിവൈഡഡ് ബൈ കെ ഇ. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതുപോലെ ചെയ്താലും മതി. ഇത് ചെയ്ത് എബിറ്റ് മൈനസ് ഐ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇ ബി ടി കിട്ടും എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ഓക്കെ.
ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ആരുടെ അപ്രോച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഡേവിഡ് ഡ്യൂറാൻഡ് പ്രപ്പോസ് ചെയ്ത അപ്രോച്ചാണ്. അപ്പോൾ ഡേവിഡ് ഡ്യൂറാൻഡ് എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഡെറ്റ് കണ്ടൻറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേം കൂടും, ഓവറോൾ കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ കുറയുകയും ചെയ്യും. അതൊരു നല്ല ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് ആര് പറയുന്നത്? ഡ്യൂറാൻഡ് പറയുന്നത്. പക്ഷേ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസൊക്കെ അതേപടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതും കൂടെ ഓർത്തോണം. ഓക്കെ, വാല്യൂ ഓഫ് ദി ഫേം എന്താണെന്ന് മനസ്സിലാക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലത്തിൽ പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്: A Limited is expecting an annual EBIT of ₹2 lakh. EBIT means earning before interest and tax. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം കിട്ടിയ പ്രോഫിറ്റാണ് 2 lakh. ഏതൊക്കെ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ, ഏതൊക്കെ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ? ഇൻട്രസ്റ്റ് എക്സ്പെൻസും